എന്തായാലും നേതാക്കൾ പോലീസുമായി കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനെ തുടർന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. അതിനെ തുടർന്ന് പ്രതികരണം തുടർന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, സംസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ്? തുടർ നടപടികളെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഏതായാലും ഇപ്പോൾ ഇതുവരെയായി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ഇനിയിപ്പോൾ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുമായി എന്നുള്ളതാണ് നിലവിൽ ADGP പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്ന മുറയ്ക്ക് പാർട്ടി പ്രവർത്തകരുടെ നേതാക്കളും അവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പമുള്ള അദ്ദേഹവും മറ്റ് മുതിർന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോഴും പോലീസ് ഇവിടെ നിലയുറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലടക്കം DCP കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ADGP വ്യക്തമാക്കിയത്. അതിനുശേഷം ADGP ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ DCP ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ലഭിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാം എന്നുള്ളതാണ് DCP വ്യക്തമാക്കിയിട്ടുള്ളത്. 2 DCPമാരും ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ കൂടിയാലോചിക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ തുടർന്ന് ഇനി ഈ പാർട്ടി CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തുടരുമോ എന്നുള്ള കാര്യത്തിലടക്കം ഈ DCP കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും ഇപ്പോഴും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെയാണ് പോലീസിന്റെ ഈ വലിയ സന്നാഹം ഉള്ളത്. ഇവിടെ പോലീസ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെ നിന്നും പിൻവാങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ DCP വിശദീകരിക്കുമ്പോഴായിരിക്കും ഏത് രീതിയിലാണ് ഇനി പോലീസിന്റെ തുടർന്നുള്ള നടപടികൾ, ഇവിടെ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുകയാണോ അതോ ഇവിടെ തുടരുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോലീസ് കയറില്ല എന്നുള്ള കാര്യമാണ് ADGP H വെങ്കടേഷ് നേരത്തെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ രാവിലെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ സുരക്ഷാ വീഴ്ച മതിയായ പോലീസിനെ ഒരുക്കിയിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. 2 DCPമാരും കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇനി തുടർ നടപടി പോലീസിന്റേത് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കും. അവർ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.